ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമരനിർവചനങ്ങൾക്കെഴുതാം ധർമ്മത്തിന്റെ തിരുത്ത്. സർഗവിദ്യാർത്ഥി പടപണിയും സ്നേഹത്തിന്റെ തുരുത്ത്. സമരനിർവചനങ്ങൾക്കെഴുതാം ധർമ്മത്തിന്റെ തിരുത്ത്. സമരക്കടൽ കടന്നു വന്ന ധീരസാരഥേ, സമരപ്പതാകയേന്തി വന്ന വീരശൂരരെ, ധീരസാരഥേ, സമരപ്പതാകയേന്തി വന്ന വീരശൂരരെ, സമരം ജയിച്ചു കേറു അശ്വമേധ സംഗമേ, സമരാഗ്നിയിൽ പിറന്നു വീണ രക്തതാരമേ. തേർത്തെളിച്ചു പാഞ്ഞിടാനൊരുങ്ങിടുന്നു നാമിനി. വിശ്രമം മറന്നു നമ്മൾ പണിതിടൂ ഭഗീരഥം, വിശ്രമത്തിൻ പുരകൾ നമ്മെ കാത്തിരിപ്പു ഖബറിടം. സമരപ്പതാകയേന്തി വന്ന വീരശൂരരെ, ചോരയിറ്റും കൈവിരലാൽ കലിമയെഴുതിപ്പോയവർ, കണ്ഠമറ്റു വീണ മണ്ണിൽ പൂമരം വിതച്ചവർ. ചോരയിറ്റും കൈവിരലാൽ കലിമയെഴുതിപ്പോയവർ, കണ്ഠമറ്റു വീണ മണ്ണിൽ പൂമരം വിതച്ചവർ. പൂത്ത പൂമരത്തിൽ പൂത്ത രക്തപൂക്കളാണു നാം, സമരജീവിതങ്ങളാൽ കർമ്മമുദ്ര ചാർത്തന. വരുന്നു തീയിലായി മുളച്ചു വന്ന പടയണി, ഇതാ വരുന്നു തോൽക്കുവാൻ പഠിച്ചിടാത്ത പടവിളി. തെരുവിലെ പിഴച്ച പീറക്കൊടികളൊക്കെ മാറ്റി ധീരപ്പട ജയിച്ച് ചുവടുവച്ചിടുന്ന മുന്നണി. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. നാടുണർന്നുടന്നിടട്ടെ ധാർമ്മിക ശബ്ദം, വഴികളിൽ നിറഞ്ഞിടട്ടെ വിപ്ലവഘോഷം. നാടുണർന്നുയർന്നിടട്ടെ ധാർമ്മിക ശബ്ദം, വഴികളിൽ നിറഞ്ഞിടട്ടെ വിപ്ലവഘോഷം. ജീർണകാലമേ തകർത്ത് പാഴ്കിനാവും അസ്തമിച്ച് പുലരിയിൽ ജനിച്ചിടട്ടെ പുതിയൊരു ലോകം. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. ഇതാ വരുന്നു തീയിലായി മുളച്ചു വന്ന പടയണി, ഇതാ വരുന്നു തോൽക്കുവാൻ പഠിച്ചിടാത്ത പടവിളി. തെരുവിലെ പിടച്ച പീറക്കൊടികളൊക്കെ മാറ്റി ധീരപ്പട ജയിച്ച് ചുവടുവച്ചിടുന്ന മുന്നണി. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. Alhamdulillah Rabbil Alamin. Allahumma salli ala Sayyidina Muhammadin wa ala Sayyidina Muhammad. Allahumma salli salatan wa salli salaman taman ala Sayyidina Muhammadin bihi al-qad wa tunfarij bihi al-qurbat wa qulwa bihi al-wajuduna bi ghawaib al-salawati yasal ghamma wajhihi al-karim wa ala alihi wa sahbihi fi kulli man fasim bi hadhihi kulli ma'lum lak. Allahumma awsalna sama sallina hadiyatan wa salam rahmatan nazila wa barakatan shamila minna ila hadhar nabi Muhammadin sallallahu alaihi wasallam.
صلوات الله وسلام عليهم أجمعين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مالك الكتاب يا مفتح الأبواب يا مسقي بالأسباب حين أسب الله نستطيع طلبه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم. اللهم اقض حاجاتنا يا قاضي الحاجات آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF കഴിഞ്ഞ ഒരാണ്ടു കാലമായി സമരമാണ് ജീവിതം എന്ന തലവാചകത്തിൽ സംഘടനയുടെ 40ാം വാർഷിക സംസ്ഥാന സമ്മേളന പരിപാടി ആഘോഷിച്ചു വരികയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ അഭിമാനത്തിൻ്റെ 40 ആണ്ട് പൂർത്തിയാക്കിയാണ് വളരെ സന്തോഷത്തോടുകൂടെ നാം ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥി ജനസമൂഹത്തിന് ആത്മബോധവും ദിശാബോധവും ആത്മാഭിമാനവും ആത്മീയ ചിന്തയും നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനം സംഘടനയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും കേരളത്തിലെ 6300 പ്രാദേശിക യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ലക്ഷക്കണക്കായ പ്രവർത്തകരാണ് ഈ സംഘടനയുടെ ത്രിവർണ്ണ പതാകയേന്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചടുലതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിലനിൽക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാസുരമാകുന്നത് നമ്മുടെ രാജ്യത്തെ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ്. ക്ഷുഭിതമായ യൗവനത്തിൻ്റെ തീക്ഷ്ണമായ കാലയളവ് പിന്നിടുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ മലീമസമായ കാമ്പസ് പശ്ചാത്തലത്തിൽ നിന്ന് ആത്മബോധത്തിൻ്റെയും ആത്മീയതയുടെയും ചിന്തകൾ നൽകി എന്ന ഏറ്റവും മഹത്തായ ദൗത്യമാണ് ഈ മഹത്തായ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചു പോന്നിരിക്കുന്നത്. സംഘടന മുന്നോട്ട് വെക്കുന്ന പദ്ധതികളും സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കും വിധത്തിൽ ക്രമീകരിച്ചതും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തെ സ്വാധീനിക്കും വിധത്തിലുമാണെന്ന് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നല്ല ബോധ്യമുണ്ട്. നമ്മുടെ യൗവനത്തിൻ്റെയും വിദ്യാർത്ഥിത്വത്തിൻ്റെയും നാശത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടന നിർവഹിച്ചു പോന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമരമാണ് ജീവിതം എന്ന ശീർഷകം ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സമരം കൊണ്ട്, ആത്മബോധം കൊണ്ട്, മാറ്റം കൊണ്ട്, വിപ്ലവം കൊണ്ട് പുതിയ ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ, രാജ്യത്തെ ആത്മീയമായ മുന്നേറ്റത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ വിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ പ്രചാരണ രംഗത്ത് പുതിയ വാതായനങ്ങൾ തുറന്നിടാനാണ് ഈ 40ാം വാർഷിക സമ്മേളനത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ നാം ആലോചിക്കുന്നത്. 40 വർഷത്തെ പ്രവർത്തനത്തിലൂടെ വ്യവസ്ഥാപിതവും ചിട്ടയുമാർന്ന പ്രവർത്തനം കേരളത്തിലെ മറ്റേതു സംഘടനകളുടെ സംവിധാനത്തെയും വെല്ലും വിധത്തിൽ മഹത്തായ നമ്മുടെ സംഘടന ആർജിച്ചെടുത്തിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സിൽ സന്നിഹിതരായ ധാരാളം പണ്ഡിതരുണ്ട്, ധാരാളം സാദാത്തുക്കളുണ്ട്, ധാരാളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുണ്ട്, സംഘടനാ നേതാക്കളുണ്ട്. എല്ലാവർക്കും സംഘടനയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സ്നേഹനിധികളായ വിശിഷ്ടാതിഥികളെ, സംപൂജ്യരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ വരാം എന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ ഞാൻ കരുതി ഇന്ന് ഞാൻ വന്നതാണ് കൂടുതൽ മെച്ചമായത് എന്ന്. നിങ്ങളുടെ ഈ മഹാസാഗരത്തിൻ്റെ ഒരു ഭാഗമായി എനിക്ക് കൂടി ചേരാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല.
യുവതലമുറ നാളേക്ക് പോകുന്ന ഒരു പുതിയ മുന്നേറ്റത്തിന് ഈ സമൂഹത്തെ നമുക്ക് എടുത്ത് മുന്നോട്ട് പോവുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി ഈ യുവതലമുറയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കാൻ SSFന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് ആ മുന്നേറ്റം ആവേശകരമാവട്ടെ. ഒരു കാര്യം കൂടി ഞാൻ സംസാരിക്കാതെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചാൽ ശരിയാവില്ല. ഇസ്ലാം എന്നും സാഹോദര്യത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദമാണ് ഈ സമൂഹം ഒരുപോലെ ഉൾക്കൊള്ളുന്നത്. ആ സാഹോദര്യവും സ്നേഹവും പരസ്പര ബഹുമാനവും പരസ്പരം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള മനോഭാവവും അങ്ങനെ മാനുഷികമായി എല്ലാ രൂപത്തിലും ഉയർന്ന ചിന്തയിലേക്ക് പോകുന്നതിന് വേണ്ടി SSF കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നേതൃത്വത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ വിധത്തിലുമുള്ള ഭാവുകം നേർന്നുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ വളരെ 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 ബഹുമാനിക്കുന്ന നമ്മളുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. إن جمعكم اليوم يمثل 40 عاما سار خلالها هذا الشيخ العظيم مسيرة حثيثة قوية دؤوبة لأن نصبح اليوم على 40 سنة، وهي عمر النبوة، فلا ينبى النبي إلا بعد 40 سنة، بمعنى نحن بلغنا مرحلة الاطمئنان ومرحلة التمكن العقلي والنفسي. أنتم بجمعكم هذا تحيون وتحيون هذه البلاد العظيمة، تنشرون في مجتمعكم المحبة والسلام ورسالة الإسلام التي تعني أن الله تبارك وتعالى اسمه السلام، ونحن نكبر الله في البداية للصلاة ونختم الصلاة بالسلام عليكم. إن رسالة الإسلام اليوم بحاجة إليكم لكي تبثوا بين طوائف العالم أجمع، لا في الهند فحسب، وإنما في آسيا وفي إفريقيا وفي أوروبا والأمريكتين هذه المعاني الكريمة وهذه النبيلة. وأظن وأرجو أن أكون في ظني محقا أن جمعكم هذا سينتشر في أرض المعمورة في سائر البلاد، كما نرى خريجي هذه الجامعة التي يرأسها الشيخ في بلادنا، في بلاد الخليج وفي أمريكا وفي أوروبا، عنوانا للسلام وعنوانا للمحبة وعنوانا للتنمية وتعضيدا للمسيرة البشرية الإنسانية التي خلق الله تبارك وتعالى من أجلها آدم وذريته. സമാധാനം, സലാം എന്നുള്ള സന്ദേശം, മെസ്സേജ് ഓഫ് പീസ്, വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ മഹത്തായ സന്ദേശം അത് ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും. സമാധാനത്തിൻ്റെ വാഹകരാണ്. അതേപ്രകാരം UAEയും ലോകത്ത് സമാധാനത്തിൻ്റെ വാഹകരാണ്. ആ സമാധാനത്തിൻ്റെ സന്ദേശം അത് ലോകത്തുടനീളം പ്രചരിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ഈ സമരമാണ് ജീവിതം എന്നുയർത്തിപ്പിടിച്ച് പ്രഖ്യാപനം നടത്തി പ്രവർത്തിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യരായ UAE ഭരണാധികാരിയുടെ മതകാര്യ ഉപദേഷ്ടാവ് നമ്മോട് പറയുകയുണ്ടായി. അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. إخواني لا أطيل عليكم ولكن نقول لكم هنيئا لما أنتم فيه، هنيئا بهذا التواصل، هنيئا بهذا التواد، هنيئا بهذا الترابط، فأنتم بترابطكم مع بعضكم البعض وتآخيكم وتعاونكم إنما تمثلون وتتمثلون بآيات الله وسنة نبيه صلى الله عليه وسلم. فالله سبحانه وتعالى يقول: وتعاونوا على البر والتقوى
وأي بر أعظم من طلب العلم؟ وأي بر أعظم من خدمة المسلمين؟ وأي بر من القيام بمصالح المسلمين؟ وأي بر أن يكون الأخ في خدمة أخيه المسلم؟ ഈ സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ ഈ സംസ്ഥാനത്തെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ സംഘടനയെക്കുറിച്ച് ബഹുമാന്യായ ഉസ്താദ് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. നിങ്ങളുടെ പല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള, പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള എനിക്ക് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ സംഘടനയുടെ അച്ചടക്കത്തെക്കുറിച്ച്, നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സമ്മേളനങ്ങളിൽ പലതിലും പങ്കെടുത്തിട്ടുള്ള എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളൊരു സംഗതി നിങ്ങളുടെ അച്ചടക്കം തന്നെയാണ്. ഏതൊരു രാജ്യത്തിനും, ഏതൊരു സമൂഹത്തിനും, ഏതൊരു സംഘടനയ്ക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അച്ചടക്കമാണ്. അത് ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടന, വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടന, നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ്. സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു സംഘടന. ബഹുമാന്യായ ഉസ്താദ് ഇവിടെ ആ നയം വളരെ വ്യക്തമാക്കി. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന തിന്മകൾക്കെതിരെ നിയമപരമായ പോരാട്ടം മാത്രം പോരാ, ധാർമ്മികമായ പോരാട്ടം കൂടി വേണം. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ രാജ്യം നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ തിന്മകളുണ്ട്. അതിനെയൊക്കെ കർശനമായി നിയന്ത്രിക്കാനുള്ള നിയമവ്യവസ്ഥിതിയുണ്ട്. പക്ഷേ നിയമവ്യവസ്ഥിതി കൊണ്ട് മാത്രം എല്ലാ തിന്മകളെയും നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാവില്ല. അതിനെതിരെ നിയമപരമായ ശക്തമായ നടപടികളോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ആ കാര്യത്തിലും നിങ്ങൾ ഉയർന്ന നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. ഭീകരരൂപത്തിൽ ഉള്ള അക്രമങ്ങളുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങളുണ്ട്, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെ ചെറുക്കാൻ
യുവാക്കളാണ് മുമ്പോട്ട് വരേണ്ടത്. നാളത്തെ ഈ സമൂഹത്തിന്റെ സാരഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്, ഇന്നത്തെ ചെറുപ്പക്കാരാണ്. നാളത്തെ സമൂഹം നമുക്ക് കുറ്റമറ്റതാകണമെങ്കിൽ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാകണമെങ്കിൽ, ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ ഒരു സമൂഹത്തെ നാളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ, ധാർമ്മിക ചുരിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാകും. അവിടെയാണ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്, ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രസക്തി. ഞാൻ ദീർഘമായി ഈ അവസരത്തിൽ സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ ഈ വലിയ സംഘടന 100% അച്ചടക്കം പുലർത്തുന്ന എല്ലാ സംഘടനകൾക്കും മാതൃകയായിട്ടുള്ള ഈ സംഘടന സാമൂഹ്യ തിന്മയ്ക്കെതിരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം നമ്മുടെ സമൂഹത്തിന് തന്നെ, നമ്മുടെ സമൂഹത്തിന് ആകമാനം തന്നെ ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. SSF ഒരു പുതിയ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. അല്ല, സംഘടന അതിൻ്റെ ഉത്ഭവകാലം തൊട്ട് തുടങ്ങിവെച്ച ഒരു സമരത്തിൻ്റെ തുടർച്ച നിർവഹിക്കുകയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും സംരക്ഷണവും അനീതിയുടെയും അഹങ്കാരത്തിൻ്റെയും അസത്യങ്ങളുടെയും നിഷേധവും മനുഷ്യ സമൂഹം അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഏറ്റെടുക്കേണ്ട ഒരു സമരമാണിത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒരു സമരവാക്യമാണ് വിശ്വാസികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അത് മറ്റു മതവിശ്വാസികളോടുള്ള സമരമല്ല, ആയുധമേന്തിക്കൊണ്ടുള്ള സമരമല്ല, നശീകരണങ്ങളുടെയും സംഹാരങ്ങളുടെയും സമരമല്ല, മറിച്ച് സത്യത്തിൻ്റെ നിലനിൽപ്പിനും നേരിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി മനുഷ്യ സമൂഹം, അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹം അനിവാര്യമായും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സമരമാണത്. സമരമെന്നത് ഒരു തിരുത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്, പ്രവർത്തനമാണ്. മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികളാണ് സമരമായി മാറുന്നത്. നടപ്പു വ്യവസ്ഥകളിലും ശീലങ്ങളിലും സംസ്കാരങ്ങളിലും മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നവരുടെ മനസ്സിൽ നിന്നാണ് സമരം രൂപപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സംഘടന ഏറ്റെടുത്ത, SSF ഏറ്റെടുത്ത ഈ സമരം തീർച്ചയായും നമ്മൾ നമ്മോട് നടത്തുന്ന ഏറ്റവും ഐതിഹാസികമായ സമരമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉജ്ജ്വലമായും നിർവഹിക്കേണ്ട ഏറ്റവും മഹത്തായ സമരം സ്വന്തത്തോട് നടത്തേണ്ട സമരമാണ് എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വന്തത്തോട് സമരം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ
പിന്നീട് നിങ്ങളുടെ സമരങ്ങൾ അപ്രസക്തമാണ് എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പക്ഷം. ഇവിടെയാണ് ഒരു പുതിയ സമരത്തിന്റെ സംസ്കാരമാണ്, ഒരു സമരത്തിന്റെ സൃഷ്ടിപ്പല്ല, നീചവും നികിട്ടവുമായ ആഭാസകരമായ സമരങ്ങളുടെ ഒരു തിരുത്താണ് ജീവിതത്തെ സമരോത്സുകമാക്കുകയും സമരമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് SSF എന്ന് പറയുന്ന ഐതിഹാസികമായ പ്രസ്ഥാനം ഈ സമൂഹത്തിൽ നിർവഹിക്കുന്നത്. നിഷേധങ്ങളിൽ നിന്നാണ് സമരങ്ങൾ തുടങ്ങേണ്ടത്. സത്യത്തിൻ്റെ സമർത്ഥനങ്ങളിൽ നിന്നും സംസ്ഥാപനങ്ങളിൽ നിന്നുമാണ്, അതാണ് സമരത്തിൻ്റെ ഫലമായി രൂപപ്പെടേണ്ടത്. അള്ളാഹുവിൻ്റെ അടിമയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. ഖലീഫത്തുല്ലാഹി ഫിൽ അർള്, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പ്രതിനിധികൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എമ്പാടും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു. പരലോകം അന്ത്യനാളിന്റെ രംഗത്ത് അള്ളാഹു അടിമയോട് ചോദിക്കുന്നു, ഓ മനുഷ്യ, ഞാൻ രോഗിയായിട്ട് മരിൽതു ഫലം തഉദ്നി, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. മനുഷ്യൻ ചോദിക്കും, അള്ളാഹുവേ, നീ റബ്ബുൽ ആലമീനാണ്, എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുക, നീ രോഗിയാവുക? അള്ളാഹു പറയും, നിനക്കറിയില്ലേ എൻ്റെ ഇന്നാലിന്ന അടിമ, എൻ്റെ അടിമകളിൽ ഇന്നാലിന്ന വ്യക്തി രോഗിയായിട്ട് നീ അവനെ സന്ദർശിച്ചില്ല. അമാ അന്നക ലൗ ഉത്തഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനി ഇൻദഹു, ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു. എൻ്റെ സഹായവും എൻ്റെ കാരുണ്യവും അവിടെയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നു. ഹദീസിന്റെ രണ്ടാം ഘട്ടം അല്ലാഹു മനുഷ്യനോട് പറയുന്നത് തന്നെയാണ്, ഓ മനുഷ്യ, എനിക്ക് വിശന്നിട്ട് നീ ഭക്ഷണം തന്നില്ല. അല്ലാഹുവിനോട് മനുഷ്യൻ പറയും, പടച്ചവനെ, നീ റബ്ബുൽ ആലമീനാണ്, എങ്ങനെയാണ് നിനക്ക് ഞാൻ ഭക്ഷണം നൽകുക? നീ എങ്ങനെയാണ് വിശക്കുന്നവനാവുക? മനുഷ്യൻ, അല്ലാഹു പറയും, ഓ മനുഷ്യ, നിനക്കറിയില്ലേ എൻ്റെ അടിമ വിശന്ന് പട്ടിണി കിടന്ന് ഒരു ഭക്ഷണത്തിന് വേണ്ടി, അല്പം ഭക്ഷണത്തിന് വേണ്ടി ആവലാതിപ്പെട്ടപ്പോ നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ ലവജത്തനി ഇൻദഹു, ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു. ഹദീസിന്റെ മൂന്നാം ഘട്ടം, ഓ മനുഷ്യ, എനിക്ക് വെള്ളത്തിന് ദാഹിച്ചിട്ട് നീ എനിക്ക് വെള്ളം നൽകിയില്ല. അള്ളാഹുവിനോട് മനുഷ്യൻ ചോദിക്കും, ഓ പടച്ചവനെ, നീ റബ്ബുൽ ആലമീനാണ്, എങ്ങനെയാണ് നിനക്ക് ദാഹമുണ്ടാവുക? എങ്ങനെയാണ് നീ ദാഹിച്ചവനാവുക? എങ്ങനെയാണ് നിനക്ക് ഞാൻ വെള്ളം നൽകുക? അള്ളാഹു പറയും, എൻ്റെ അടിമ ദാഹിച്ച് കൊടും ദാഹം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടപ്പോ നീ അവന് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു. ലവജത്തനി ഇൻദഹു. സുവ്യക്തമായ ഒരു സന്ദേശമാണ്. മനുഷ്യന്റെ ദൗത്യം, ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് വളരെ വ്യക്തമായും സുവ്യക്തമായും പഠിപ്പിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെച്ചത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ കേവലം സുഖലോലുപതയുടെ പിന്നാലെ പോകേണ്ടവനല്ല. അടിമയാണ് എന്ന തിരിച്ചറിവില്ലെന്നാണ്, അള്ളാഹു യജമാനനാണ് എന്ന തിരിച്ചറിവില്ലെന്നാണ് ഒരു മനുഷ്യനിൽ സമരം രൂപപ്പെടുന്നത്. ആ സമരത്തെയാണ് SSF എന്ന് പറയുന്ന ഐതിഹാസികമായ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം സമരമായി ഏറ്റെടുക്കുന്നത് എങ്കിൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരുണ്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ദയക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എമ്പാടും മനുഷ്യർ നമ്മുടെ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുന്നത്? ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമാണ് സമരോത്സുകമായ ഒരു സാഹചര്യം, സമരത്തിന്റെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ സൃഷ്ടിക്കുന്നത്. SSF ഒരു പുതിയ വാളെടുത്തുകൊണ്ട്
അതല്ലെങ്കിൽ ആയുധമേന്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഹാരാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ കഴിഞ്ഞ കാലങ്ങളിലോ ഇന്നോ ഇനിയുള്ള നാളുകളിലോ ഈ സംഘടന